അങ്ങനെയൊക്കെ ഒരു നോർമൽ ദിലീപ് മൂവി പോലെയാണ്. ഫാമിലിയായിട്ട് പോകാനും എല്ലാം കൊള്ളാം. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സ്ക്രിപ്റ്റാണ്, അടിപൊളിയാണ്. നല്ല സിനിമ. ദിലീപ് നല്ലായിരുന്നു കൊള്ളാം. ദിലീപ് ഇപ്പം ഇറങ്ങിയ സിനിമ എന്ന് വെച്ച് നല്ല കൊള്ളാം, സിനിമ കൊള്ളാം, നല്ല ഫാമിലി മൂവി. കൊള്ളാം, സൂപ്പറായിരുന്നു. സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്കിട്ട് ഒരു അടിയുണ്ട്. പിന്നെ എന്താ പറയുക, തിരിച്ചു വരണമെന്ന് എനിക്ക് തോന്നിയില്ല. ഒരു ഫാമിലിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. നല്ല മൂവിയാണ്. ദിലീപ് ആയിരുന്നാലും സിദ്ദിഖ് ആയിരുന്നാലും ജോണി അണ്ണ ആയിരുന്നാലും ബിന്ദു പണിക്കർ ആയിരുന്നാലും എല്ലാം ഓൾ ഇൻ ഓൾ അടിപൊളി മൂവിയാണ്. സൂപ്പർ സിനിമ. നേരത്തെ ദിലീപിൻ്റെ സിനിമ പറഞ്ഞാൽ അതേപോലെ പണ്ടത്തെ സിനിമ എങ്ങനെയാണ് അതേപോലെ തന്നെ, വേറെ ഒന്നും പറയില്ല. സൂപ്പർ സിനിമ. നാളുകൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ്. വൈബായിരുന്നു. എന്താ പറയുക, ദിലീപ് ആ ഒരു പഴയത് നിങ്ങളുടെ ഇതും കൂടെ മെച്ചൂരിറ്റി ഇതായിട്ട് വന്നെന്ന് തോന്നി. സൂപ്പറായിരുന്നു, എൻ്റർടൈനിങ് ഉണ്ടായിരുന്നു, കോമഡി ആയിരുന്നു, ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടി നല്ലൊരു മെസ്സേജ് ആയിരുന്നു. പിന്നെ ഭക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ ബെറ്റർ ആയിരുന്നു പൊതുവേ എല്ലാ. കാരണം വലിയ 5 സ്റ്റാർ ഹോട്ടലിനെയും കാട്ടി ഇപ്പോഴുള്ള ഒരു തട്ടുകടയാണ് ബെറ്റർ എന്ന് തോന്നുന്നു. കോമഡിയും എല്ലാം സൂപ്പറാണ്. അത് ആ ഒരു ലെവലാണ് ദിലീപ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ഈ ഒരു വാളയാർ പരമശിവനെ പോലെയല്ല, എന്ന് വെച്ചാൽ കുറച്ച് എന്താ പറയുക, റൊമാൻറ്റിക് അല്ല, കുറച്ച് സെഡായിട്ടുള്ള ഇമോജി, പിന്നെ കോമഡി ആയിട്ടുള്ള ആ ടൂ കർണിറ്റീസുള്ള അതൊക്കെ നൈസ്, അതേപോലെ തന്നെ വന്നു. വേറെ ഒന്നും പറയാനില്ല, ഗുഡാണ്. പടം നന്നായിട്ടുണ്ട്. പുള്ളി കുറ്റമാനത്തെ പടം ഒന്നും മാത്രമല്ല, കഥ വയസ്സ് നോക്കിയാൽ ഈ അവിടെ ഇവിടെ കേട്ട കഥ ഇതൊക്കെ സോഷ്യൽ മീഡിയ ലൈഫ്, അതായത് ഒരാൾ ലൈഫിൽ കയറി നാട്ടുകാരെല്ലാം അറിയണം, അതിൻ്റെ ഒരു ആവശ്യം നമ്മൾ ചിന്തിക്കും. പക്ഷേ അത് ഇതിൽ മര്യാദ നന്നായി എടുത്തിട്ടുണ്ട്. ഫാമിലിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും. പടം വയസ്സ് കൊള്ളാം, കോമഡി കൊള്ളാം.